സർ, ഇന്ത്യയുടെ സുഖോയ് വിമാനങ്ങൾ തകർത്തു എന്നുള്ള തരത്തിൽ ഒരു വാർത്ത പാകിസ്ഥാനിലുടനീളം പരക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾ അത്തരം ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് ഈ വാർത്ത? എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ഹെഡിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുന്നുണ്ട്. നമ്മുടെ അദംപൂർ വിമാനത്താവളത്തിൽ സുഹോയ് 30 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്നത്. അപ്പൊ ഇതിനകത്ത് പല വാർത്തകൾ ഇതിനു മുമ്പ് വന്നതുപോലെ ഇതിന്റെ ഫാക്ട് ചെക്ക് ഉൾപ്പെടെയുള്ള നടത്തുന്നത്. നേരത്തെ ഈ അതിന്റെ ഈ ഈ വാർത്തക്കകത്ത് എത്രത്തോളം ആധികാരികതയുണ്ട് എന്നുള്ള രീതിയിൽ ഇന്ത്യ അതിന്റെ ഫാക്ട് ചെക്ക് നടത്തി. അപ്പൊ തന്നെ സുഹോയ് 30 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് തകർന്നു എന്നുള്ള വാർത്തയ്ക്കകത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ, അതിന്റെ ടെക്നിക്കലി പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ചിത്രം ഉപയോഗിച്ചാണല്ലോ ഇത്തരത്തിൽ പാകിസ്ഥാൻ ഹെഡുകളിൽ നിന്ന് ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ളെങ്കിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ ഇത് അദംപൂർ വിമാനത്താവളം തന്നെയാണ് പഞ്ചാബിൽ. പക്ഷെ അദംപൂർ വിമാനത്താവളത്തിൽ 2022 മാർച്ചിൽ MiG-29 വിമാനം മെയിൻ്റനൻസ് ചെയ്യുന്നതിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ടാണ് ഇത്തരത്തിൽ സുഹോയ് 30 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് തകർത്തു അല്ലെങ്കിൽ സിന്ദൂർ ഓപ്പറേഷനുമായിട്ട് അനുബന്ധിച്ച് പാകിസ്ഥാൻ മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നുള്ള വാർത്ത പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആ പ്രദേശത്ത് പ്രധാനമായിട്ട് ഇവർക്ക് വേണ്ടത് പാകിസ്ഥാനിലെ പ്രദേശത്ത് അല്ലെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ സിന്ദൂർ ഓപ്പറേഷനകത്ത് പാകിസ്ഥാൻ ഉണ്ടായ തകർച്ചയ്ക്ക് പകരം ഇന്ത്യക്കകത്ത് വലിയ വലുപ്പത്തിൽ തകർച്ച നടത്തി എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ അദംപൂർ വിമാനത്താവളം, പഞ്ചാബിലെ അദംപൂർ വിമാനത്താവളം നമുക്കറിയാമല്ലോ, സിന്ദൂർ വെടിനിർത്തലിന് ശേഷം മൂന്നാമത്തെ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി അദംപൂർ വിമാനത്താവളത്തിൽ ചെല്ലുകയും അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയാവുകയൊക്കെ ചെയ്തു. അവിടെ ചെന്നിട്ട് അവിടുത്തെ സൈനികരുമായിട്ട് വിജയാഘോഷം നടത്തുകയും ഭാരത് മാതാ കി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അത് ലോകത്തിലുടനീളമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അന്ന് പ്രധാനമായിട്ടും പ്രധാനമന്ത്രി അവിടെ പോയത് എന്തിനാണെന്ന് അറിയാമല്ലോ, അദംപൂർ വിമാനത്താവളത്തിൽ, പഞ്ചാബിലെ അദംപൂർ വിമാനത്താവളത്തിലെ നമ്മളുടെ പ്രതിരോധ സംവിധാനമായ അല്ലെ റഷ്യയിൽ നിന്ന് മേടിച്ച S-400 അവർ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത ഇതുപോലെ ഇന്റർനാഷണൽ മീഡിയയിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ആ വാർത്തയ്ക്കകത്ത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അവിടെ പോയി പ്രധാനമന്ത്രി S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്താണ് ഇത് പ്രചരിപ്പിച്ചത്. അപ്പൊ പ്രധാനമന്ത്രി അവിടെ പോകുമ്പോൾ അവർ പറഞ്ഞ വാർത്തയ്ക്ക് അല്ലെങ്കിൽ യാതൊരു വിലയും ഇല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാൾ ഒരിടത്ത് ചെന്നിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ സൈനികളുടെ കൂടെ ഇത്തരത്തിൽ സിന്ദൂർ പോലെയുള്ള ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഒരു ബേസിൽ ചെന്ന് വിജയാഘോഷം നടത്തുക, അവരുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അന്താരാഷ്ട്ര മാധ്യമത്തിൽ വാർത്ത. അപ്പൊ അങ്ങനെ അന്ന് ആ വാർത്ത വിളിച്ചാണ്. അതുപോലെ നമ്മൾ കണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടുത്തെ സൈനിക മേധാവി മുനീർ ഒരു പടവും ഒക്കെ കൊടുത്ത് പണ്ടറിയാമല്ലോ, ഇന്ത്യയിൽ നടത്തിയ ആക്രമണത്തിന്റെ പടങ്ങളാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ദേശീയ തലത്തിൽ വലിയ ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത ഫോട്ടോ, കാരണം ഇതുപോലെ ഭയങ്കരമായിട്ട് കത്തി അമരുന്ന ഫോട്ടോ കണ്ടായിരുന്നല്ലോ പല സൈനിക താവളങ്ങളുടെ പിന്നാമ്പുറം അല്ലെങ്കിൽ പട്ടാളക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അത്തരത്തിലുള്ള വാർത്ത പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ വലിയൊരു പരിപാടിയിൽ ഇത് ഇന്ത്യയിൽ നടത്തിയ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞ് മുനീർ അതിന്റെ ഫോട്ടോസ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൊടുത്തു, അന്ന് വലിയ വാർത്തയാക്കി. അത് ഇതുപോലെ ചൈനയിലെ അവരുടെ ഒരു ഈ മോക്ക് ഡ്രിൽ പോലെ നമ്മൾ മോക്ക് ഡ്രിൽ അല്ലെങ്കിൽ സൈനിക അഭ്യാസങ്ങൾ നടത്തുമല്ലോ നമ്മൾ, ഈ മോക്ക് ഡ്രിൽ പോലെ തന്നെ അല്ലെങ്കിൽ സൈനിക അഭ്യാസങ്ങൾ നടത്തും. കാരണം യഥാർത്ഥത്തിലുള്ള ഒരു സംഭവം സംഭവിച്ചാൽ അതിനകത്തു നിന്ന് എങ്ങനെ കരകയറണം അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രില്ലുകളുണ്ട് ഈ സൈനിക താവളങ്ങളിൽ. അത്തരത്തിൽ ഒരു വലിയ ഡ്രില്ല്, ഞാൻ അതിന്റെ ഡേറ്റ് ഓർക്കുന്നില്ല, വർഷം ഓർക്കുന്നില്ല, വളരെ പുറകോട്ടാണ്, ഡ്രില്ല് ചൈനയിൽ നടത്തിയതിന്റെ ഫോട്ടോസ് ആയിരുന്നു. അതും അന്ന് ഫാക്ട് ചെക്ക് ചെയ്ത് ഈ ഇത്തരത്തിൽ ഈ ഫോട്ടോ ഇന്ന സമയത്ത് ഇന്നിടത്ത് നടന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തത വരുത്തി ഇവർ കൊടുക്കുന്ന ഫോട്ടോയുടെ ഇപ്പുറത്ത് അതിന്റെ യഥാർത്ഥ ഫോട്ടോയും അതിന്റെ ഡേറ്റും ഒക്കെ വെച്ച് നമ്മൾ കൊടുത്തു. അപ്പൊ ഇവര് നടത്തുന്ന പ്രചരണം ലോകത്തുടനീളം ഇവർക്ക് പറ്റിയ പരാജയം, അങ്ങനെയല്ല ഇങ്ങനെയല്ല ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണം അന്ന് തൊട്ട് നടന്നു. അപ്പൊ ആ പ്രചരണങ്ങളെല്ലാം
പൊളിയുന്ന രീതിയിലേക്ക് ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എത്ര വസ്തു ഉണ്ടെന്നുള്ള രീതിയിൽ അത് ഫാക്ട് ചെക്ക് നടത്തുകയും അല്ലാതെ മിലിറ്ററി എക്സ്പെർട്ട് ഫാക്ട് ചെക്ക് നടത്തുകയും ഇന്ത്യ ഫാക്ട് ചെക്ക് നടത്തുകയൊക്കെ ചെയ്ത് അതിന് വ്യക്തത വരുത്തുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ലോകത്തുള്ളവർക്കെല്ലാം അറിയാം അവർക്ക് അടി കിട്ടി, അവർ പരാജയപ്പെട്ടു, അവർ ലോകത്തുടനീളം സംവദിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് നടത്തുന്ന പ്രസംഗങ്ങളും അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗങ്ങളും മറ്റതും മറിച്ചതും ഒക്കെ പലതായിട്ട് വെളി വന്നിട്ടുണ്ട്. തകർച്ചയുടെ ഇപ്പൊ എസ്റ്റിമേറ്റ് എടുത്തിട്ട് അന്താരാഷ്ട്ര രീതിയിൽ എയർ ബേസുകൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി കരാർ കൊടുക്കുമ്പോഴും അപ്പൊ എല്ലാ രീതിയിലും അത് വ്യക്തമാണ്. അവർക്ക് വേണ്ടത് അവിടുത്തെ പൊട്ടന്മാര്. കാരണം അവിടുത്തെ പൊട്ടന്മാർ ഈ മതം തിന്ന് ജീവിക്കുന്നവരുണ്ടല്ലോ, ഇന്ത്യയിലുള്ള ആൾക്കാർ മോശക്കാരാണല്ലോ, ഇന്ത്യയിലുള്ള ആൾക്കാർ ഈ പറയുന്ന അവരുടെ കാഴ്ചപ്പാടിൽ ഏതാണ്ട് ഒരു പേര് പറയല്ലേ, പിശാചുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഖറാമായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അവരെ കൊന്നോ, അല്ല അവര് നമ്മളെ കയറി കൊന്നോ, വിഗ്രഹാരാധന നടത്തുന്ന ആൾക്കാരെ കൊന്നോ എന്നുള്ള രീതിയിലേക്ക് അവരെ കൊന്നാലും ഇന്ത്യയെ ആക്രമിച്ചാലും മാത്രമേ അങ്ങനെ നിൽക്കുന്ന ഭരണാധികാരികളോടും സൈന്യത്തോടും മാത്രമേ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, അതായത് തലയ്ക്കകത്ത് ശകലം പോലും ആള് താമസമില്ലാതെ അന്ധവിശ്വാസം കുത്തി നിറച്ച് ഈ പറഞ്ഞ ഭീകരവാദത്തെ തീവ്രവാദത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഭീകരവാദികളായിട്ടുള്ള നേതാക്കന്മാരെ മതമേലധ്യക്ഷന്മാരുടെ രൂപത്തിൽ കാണുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ പിടിച്ചു നിർത്തുന്നതിനും അവരെ സമാധാനിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ, പാകിസ്ഥാൻ മാധ്യമങ്ങൾ വരുന്നത്. അവർക്ക് ഈ ദേശീയ തലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നവനോ അല്ലെങ്കിൽ അത്തരത്തിൽ തിരിയുന്നതിനോ വേണ്ടി ഉള്ള മൂളയുള്ള ആൾക്കാരല്ല. അപ്പൊ അവരെ സമാധാനിപ്പിക്കുക, അവരുടെ സമാധാനിപ്പിച്ചാൽ ഈ പറയുന്ന മുനീറിനും ഈ പറയുന്ന പ്രധാനമന്ത്രിക്കും അപ്പൊ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനത്തിനും ഒക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അല്ലാതെ ഈ സുഹോയ് 30 നശിപ്പിച്ചതോ S-400 നശിപ്പിച്ചതോ ഇന്ത്യയെ ആക്രമിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നം കാണാൻ മാത്രമേ പാകിസ്ഥാൻ ഇതുവരെ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നമ്മുടെ ആക്രമണവും നമ്മളുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തിനു ചെയ്തു, എന്ത് ചെയ്തു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ലോകത്തെ വ്യക്തത വരുത്തി നമ്മൾ ലോകം മൊത്തം പറഞ്ഞാണ്. അപ്പൊ ഈ വാർത്തയ്ക്കകത്ത് ലോകത്തിനകത്തൊരു പ്രസക്തി ഇല്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വരുന്നു. പാകിസ്ഥാൻ അകത്ത് മാത്രം ഈ വാർത്ത കൊണ്ട് ഗുണം ചെയ്യും, എന്നാലും ആ ഗുണത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വാർത്തയാണ് ഏറ്റവും അവസാനം വന്നത്. പഞ്ചാബിലെ അദംപൂർ എയർ ബേസിൽ ഈ പറയുന്ന സുഹോയ് 30 എന്ന് പറയുന്ന നമ്മുടെ ഫൈറ്റർ ജെറ്റ് നശിപ്പിച്ചു എന്നുള്ള വാർത്ത. അല്ല അതിനകത്ത് യാതൊരു വാസ്തവവും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. യെസ്, എന്തായാലും പ്രശാന്ത് സാറ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ പാക് മാധ്യമങ്ങൾ നിരന്തരം ഇന്ത്യക്കെതിരായ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് തുടരുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിലേറ്റ പരാജയം മറച്ചുവെക്കാനുള്ള പാകിസ്ഥാന്റെ ഒരു തരം മാധ്യമ രീതിയായിട്ട് തന്നെ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. പഞ്ചാബിൽ അദംപൂരിൽ ഇന്ത്യയുടെ സുഖോയ് 13 ഫൈറ്റർ ജെറ്റ് വിമാനം തകർത്തു എന്നൊക്കെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. പാക് മാധ്യമങ്ങൾ മാത്രമാണ് ഈ വാർത്ത ഏറ്റുപിടിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കാരണം മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോ അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള മാധ്യമങ്ങളോ ഒന്നും ഈ വാർത്തയ്ക്ക് വേണ്ട ഒരു പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത്തരം ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഇത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പാകിസ്ഥാന്റെ നീചമായ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന പ്രവൃത്തിയായി മാത്രം കണ്ടാൽ മതി. ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ എന്തൊക്കെ ചെയ്തു, ഇന്ത്യക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ, അജിത് ഡോവൽ ഉൾപ്പെടെ, എസ് ജയശങ്കർ ഉൾപ്പെടെ, എന്തിനാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ രാജ്യത്തോട് വിശദീകരിച്ചതാണ്. ലോകത്തോട് ഇത് വിശദീകരിക്കാൻ നമ്മൾ ഒരു സംഘത്തെ പോലും നിയോഗിച്ചതുമാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.